ഇവന്റെ അമ്മ ഭയങ്കര കൊണ്ടികൂടോത്രക്കാരിയായിരുന്നു. അത് കണ്ടായിരിക്കും ഇവനും വളർന്നത്. അതിന്റേതാ ഈ കാണിച്ചു കൂട്ടിയതെന്ന്. അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അമ്മയില്ല. അമ്മ മരിച്ചിട്ടിപ്പം 5-10 കൊല്ലമായി. പക്ഷെ ഇവനൊക്കെ ഇങ്ങനെ വരുമെന്നുള്ളത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. വഴിയിലൊക്കെ കാണുമ്പോ എങ്ങനെയാണ്? വളരെ പാവത്തന്മാരെ കൂട്ടാ പോകുന്നത്. ആ പെണ്ണാണെങ്കിൽ അവർക്ക് 2 കുട്ടികളുണ്ട് ഇവർക്ക്. ആ പിള്ളേരെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിന്റെ അതിലേ കൂടാ സ്കൂളിൽ പോകുന്നത്. അപ്പൊ ഞങ്ങള് ചോദിക്കും, പിള്ളേരെ കൊണ്ട് വിട്ടോടി, അല്ലെ കൊണ്ടുവിടാൻ പോവുകയാണോ, ഇങ്ങനെ ചോദിക്കും. അതിന്റെ മറുപടിയൊക്കെ വളരെ സൗമ്യതയോടാ ഞങ്ങളോട് പറഞ്ഞിട്ട് പോകുന്നേ. അങ്ങനെ കണ്ടിട്ടുണ്ട്. പെൺകുട്ടിക്കും അടി കിട്ടി എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല. അടി കിട്ടി. ഇത് ഇവര് മോനെ ഇപ്പൊ ഇത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവം അല്ലെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇവ നേരത്തെ ഇവനും ഇവളും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാന്നുള്ളത് ഇപ്പോഴത്തെ ഇത് അല്ല. പെട്ടെന്ന് ഇങ്ങനെ ഇത് സംഭവം നടക്കുന്നതല്ല. എന്നാ ഇവന്റെ പിന്നിൽ വേറെ ആൾക്കാർ കാണുമെന്നുള്ളത് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. ഇത്രയും വീടുകളൊക്കെ തൊട്ടടുത്തടുത്ത് നിൽക്കുന്ന സ്ഥലത്തെ ഈ അക്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബഹളവും ശല്യം അങ്ങനെയൊന്നും ആരും കേട്ട? ഇവരുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു അക്രമവും നമുക്ക് കേൾക്കാൻ വഴിയില്ല. നമ്മൾ കേൾക്കുന്നുമില്ല. ഇവർ റോഡേ കൂടെ പോകുന്നു, തിരിച്ചവരുടെ വീട്ടിൽ പോകുന്നു, അത്രേ നമുക്കറിയത്തുള്ളൂ. ഒരു മനുഷ്യരുമായിട്ട് ഇവിടെ ഉള്ള പിള്ളേരുമായിട്ടോ ചെറുസെറ്റുമായിട്ടോ ഇല്ലെങ്കിൽ പെണ്ണുങ്ങളുമായിട്ടോ ഒരു സഹകരണവും ഇല്ല. അവള് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിന്റെ മറുപടി പറയുമെന്നല്ലാതെ അല്ലാതെ ഒരു സഹകരണമുള്ള കൂട്ടരല്ല. അതുപോലെ നല്ല രീതിയിലാണ് ഞങ്ങളുടെ ഈ കോളനി എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താ വന്നാലും പിള്ളേരും എല്ലാം ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇത് നടന്നത് ഞങ്ങൾക്ക് അതിവേദനയുണ്ട് സത്യം.